ഹായ് ഫ്രണ്ട്സ്, ഇത് നമ്മുടെ ഷോഗൺ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഒരു ക്ലാസ് എ ബി വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ളൊരു ആംപ്ലിഫയർ ആണ്. ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ ഒരു ചാനൽ 100 വാട്ട് വെച്ച് 2 ചാനലാണ്. അപ്പോൾ അതുകൊണ്ടാണ് അവർ 200 വാട്ട് സ്റ്റീരിയോ ആംപ്ലിഫയർ എന്നിവിടെ എഴുതിയിട്ടുള്ളത്. ഈ ഒരു സെക്ഷൻ 100 വാട്ട്സ്, ഈ ഒരു സെക്ഷൻ 100 വാട്ട്സ് എന്നാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത, നമ്മളെ റോഡ് എല്ലിയോട്ടിൻ്റെ സർക്യൂട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു പ്രോഡക്റ്റ് ചെയ്തിട്ടുള്ളത്. റോഡ് എല്ലിയോട്ടിൻ്റെ P3A എന്ന് പറയുന്നൊരു സർക്യൂട്ടാണ്. അപ്പോൾ നല്ലൊരു സർക്യൂട്ടാണ്. നല്ലൊരു സർക്യൂട്ട് എന്ന് പറയാൻ കാര്യം, നല്ലൊരു ഓഡിയോ ക്വാളിറ്റി നമുക്ക് കിട്ടുന്ന ഒരു സർക്യൂട്ടാണ് റോഡ് എല്ലിയോട്ടിൻ്റെ P3A എന്ന് പറയുന്നത്. വളരെ വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഒരു സർക്യൂട്ടാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു ആംപ്ലിഫയർ അവർ ചെയ്തിട്ടുള്ളത്. ഇതിൽ ചെയ്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 സെക്ഷനായിട്ടാണ് ബോർഡ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ അപ്പുറത്തോടെ ഒരു സെക്ഷൻ, ഇതിൻ്റെ ഇപ്പുറത്തോടെ ഒരു സെക്ഷൻ, അങ്ങനെയാണ് അവർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇതിൽ കണക്ഷൻ കൊടുക്കേണ്ട സമയത്ത് ഓരോ ബോർഡിനും പോസിറ്റീവ് നെഗറ്റീവ് സെപ്പറേറ്റ് എടുത്ത് കൊടുക്കണം എന്നുള്ളതാണ്. അതൊരു ചെറിയൊരു പോരായ്മയായിട്ട് നമുക്ക് പറയാം. എന്നാൽ പോലും സൗണ്ടിൻ്റെ ഒരു ക്വാളിറ്റിയുടെ കേസ് വരുമ്പോൾ നമുക്ക് അതൊരു പ്രശ്നമായിട്ട് വരത്തില്ല എന്നുള്ളതാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കണക്ഷൻ നമുക്കിപ്പോൾ അതിൻ്റെ അടിയിൽ ചെയ്യേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പിന്നെ പുറത്ത് കാണാനും പോകുന്നില്ല. നമ്മളിങ്ങനെ വയ്ക്കുന്ന സമയത്ത് അത് കാണാനും പോകുന്നില്ല. അപ്പോൾ അതും ഇവർക്ക് ഇത്രയും സ്ഥലം, ഇവിടെ ഇത്രയും കുറച്ച് സ്പേസ് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു കണക്ടർ ഇട്ട് കൊടുക്കാമായിരുന്നു എന്നുള്ളത് നമുക്ക് ഇതിൻ്റെ ഒരു കുറവായിട്ട് തന്നെ കാണാനായിട്ട് പറ്റും. പക്ഷേ ആ ഒരു കുറവ് ഓഡിയോ ക്വാളിറ്റിയിൽ പരിഹരിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത കാര്യം. റോഡ് എല്ലിയോട്ടിൻ്റെ സർക്യൂട്ട് ആണ് എന്നുള്ളത് ഒരു ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റും എന്നുള്ളതാണ്. ഇതിൽ വരുന്ന ട്രാൻസിസ്റ്റർ 52001943 തന്നെയാണ് വരുന്നത്. ഓരോ ചാനലിനും ഓരോ പെയർ വെച്ചിട്ടാണ് വരുന്നത്. കാര്യം ഈ പറഞ്ഞ 100 വാട്ടാണ് ഇതിനകത്ത് നമുക്ക് എടുക്കാനായിട്ട് മാക്സിമം കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ ഒരു 100 വാട്ടാണ്. 4 ohmസിലായിരിക്കും ആ ഒരു 100 വാട്ട് നമുക്ക് മാക്സിമം കിട്ടുന്നത്. കൂടാതെ ഇതിൻ്റെ ഒരു വർക്കിംഗ് വോൾട്ടേജ് എന്ന് പറയുമ്പം 27.027 കൊടുക്കാം, അല്ലെങ്കിൽ 25.025. AC ആണ് ഞാൻ ഉദ്ദേശിച്ചത്. 25.025 അല്ലെങ്കിൽ 27.027 നമുക്ക് കൊടുക്കാം. സേഫായിട്ട് വർക്കാവും. കൂടാതെ തന്നെ ഇതിനകത്ത് 100 വാട്ടാണ് അവർ പറയുന്നത്. നമുക്കൊരു 80 വാട്ടൊക്കെ പ്രതീക്ഷിക്കാം. സർക്യൂട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കൊരു 80, കാര്യം നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്. പിന്നെ ഇതിൻ്റെ സർക്യൂട്ട് ഡിസൈനർ പുള്ളി അതിൽ മാക്സിമം കൊടുത്ത് എല്ലാം ചെക്ക് ചെയ്ത് നോക്കിയിട്ടാണ് അതിൻ്റെ ഒരു വാട്ട്സ് പറയുന്നത്. അപ്പോൾ നമുക്ക് 100 വാട്ട്സ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇതിൽ എനിക്ക് തോന്നുന്നു കറക്റ്റായിട്ട് ഒരു ഔട്ട്പുട്ട് കിട്ടുമ്പോൾ ഒരു 70-80 വാട്ട്സ് ആയിരിക്കും നമുക്ക് ഇതിൽ നിന്ന് എടുക്കാൻ പറ്റുന്നത്. പക്ഷേ മതി, ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം അത് ധാരാളമാണ്. അപ്പോൾ നമുക്കിതിൽ കൊടുക്കുന്ന വർക്കിംഗ് വോൾട്ടേജ് എന്ന് പറയുമ്പോൾ 27 വോൾട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ 25 വോൾട്ട് കൊടുത്ത് നമുക്ക് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും. ഒരു 8 ആമ്പിയർ ടു 10 ആമ്പിയർ കൊടുക്കാം, കുഴപ്പമില്ല. 6 ആമ്പിയറോ 8 ആമ്പിയറോ 10 ആമ്പിയറോ നിങ്ങൾക്ക് കൊടുത്തിട്ട് വർക്ക് ചെയ്യും. ഒരുപാട് ആമ്പിയർ കുറയ്ക്കാതിരുന്നാൽ മാത്രം മതി. കൊടുത്തിഞ്ഞ് വളരെ മാന്യമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സർക്യൂട്ടാണ്. നല്ല ക്വാളിറ്റിയുള്ള ഒരു സർക്യൂട്ടും കൂടെയാണ്. അപ്പോൾ നിങ്ങളെ ഒരു ഡീറ്റെയിലിങ്ങും സൗണ്ട് ഡീറ്റെയിലിങ്ങും നല്ല സ്പീക്കേഴ്സ് വേണം, എങ്കിൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. ബോർഡ് ഓണാകുന്ന സമയത്ത് നമുക്ക് ഇൻഡിക്കേഷനായിട്ട് 2 പച്ച കളർ LED ഇവിടെ അവർ ആഡ് ചെയ്തിട്ടുണ്ട്. 2 പച്ച കളർ LED ആണ് ആഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഔട്ട്പുട്ടിൽ കോയിലും ഇട്ടിട്ടുണ്ട്. കേട്ടോ, ഈ ഒരു ഔട്ട്പുട്ടിൽ കോയിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ റോഡ് എല്ലിയോട്ടിൻ്റെ സർക്യൂട്ടിലുള്ളതാണ് ഇതെല്ലാം. പുള്ളിയുടെ റോഡ് എല്ലിയോട്ടിൻ്റെ സർക്യൂട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ വേൾഡ് ഫേമസ് ആയിട്ടുള്ള സർക്യൂട്ടാണ്. അപ്പം നമ്മുടെ സ്പീക്കറിൻ്റെ ആ ഒരു വർക്കിംഗ് ടൈമിൽ തന്നെ ആ ഒരു സ്റ്റഡി ആയിട്ട് അതിൻ്റെ കോണൊക്കെ സ്റ്റഡി ആയിട്ട് നിൽക്കാൻ ഓവറായിട്ട് കിടന്ന് ഇങ്ങനെ അടിക്കുന്നതൊക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ കോയിൽ ഇവിടെ ഇട്ടിട്ടുള്ളത്. അപ്പോൾ അത് നല്ലൊരു കാര്യമാണ്. പിന്നെ ഈ ഒരു സർക്യൂട്ട് എന്ന് വെച്ചാൽ വളരെ കുറച്ച് കമ്പോണൻസ് ആണ് ഇതിനകത്ത് വരുന്നത്. എല്ലാ കമ്പോണൻസിൻ്റെ വാല്യൂ അവർ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും കംപ്ലൈൻറ്റ് വന്നാലും നമുക്ക് തന്നെ ഇത് സർവീസ് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് അവർ ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകതയായിട്ട് നമുക്ക് പറയാനുള്ളത്. ഒന്നും ഹൈഡ് ചെയ്തിട്ടില്ല, ഒന്നും ഹൈഡ് ചെയ്യാതെ തന്നെയാണ് അവർ ഫുള്ള് ചെയ്തിട്ടുള്ളത് എന്നുള്ളൊരു നമുക്കൊരു പ്രത്യേകതയായിട്ട് തന്നെ എടുത്ത് കാണിക്കാനായിട്ട് പറ്റും. പിന്നെ ഇതിൻ്റെ ഇൻപുട്ട് വരുന്നത് ഈ ഒരു ഭാഗത്താണ്. ഇവിടെയാണ് ഇൻപുട്ട് വരുന്നത്. അതിൽ ഇൻപുട്ട് പോസിറ്റീവ് നെഗറ്റീവ് ആ സൈഡൊന്നും അവർ എഴുതിയിട്ടില്ല. അത് നമ്മൾ പുറകിൽ നിന്നും കണ്ടുപിടിക്കേണ്ടതായിട്ട് വരും. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളിലേക്ക് ചെറിയ പോരായ്മ ഉണ്ട് എന്നുള്ളതല്ലാതെ വേറെ പ്രശ്നങ്ങളായിട്ടൊന്നും തന്നെ ഇല്ല. കാര്യം ഇൻപുട്ട് സൈഡ് നമ്മൾ കണ്ടുപിടിക്കേണ്ടതായിട്ട് തന്നെ വരും. അപ്പോൾ അതൊരു ചെറിയ പോരായ്മയായിട്ട് നമുക്ക് പറയാമെന്നുള്ളതാണ്. പിന്നെ ഗ്രൗണ്ട് ഈ ഭാഗത്താണ്. ഇവിടെ ഗ്രൗണ്ട് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. സ്പീക്കറിൻ്റെ ഔട്ട്പുട്ട് എടുക്കേണ്ട സ്ഥലവും ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇവിടെ നിന്നാണ് നമ്മൾ സ്പീക്കർ ഔട്ട്പുട്ട് എടുക്കേണ്ടതെന്നുള്ളതും കൃത്യമായിട്ട് അവർ ഇതിൽ എഴുതിയിട്ടുണ്ട് എന്നുള്ളതാണ്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. ചില പോരായ്മകൾ ഈ ബോർഡിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ നിന്നാണ് സ്പീക്കറിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ എടുക്കാനുള്ളത്. ഈ പോയിന്റിൽ നിന്ന് ആണ് എടുക്കാനുള്ളത്. ഇത് ഗ്രൗണ്ട് പോയിൻറ്റുമാണ്. അപ്പോൾ ഈ സ്പീക്കർ ഇൻപുട്ട് ഔട്ട്പുട്ട് എല്ലാം കൂടെ ഒരു സൈഡിൽ ഈ ഭാഗത്ത് എവിടെയെങ്കിലൊക്കെ കൊണ്ടുവന്നിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നുള്ളത് മാത്രമാണ് പറയാനായിട്ടുള്ളത്. ബാക്കിയുള്ള കാര്യത്തിൽ ഈ ബോർഡ് ഓക്കെയാണ്. നമ്മുടെ ഒരു ഫ്രണ്ടുണ്ട്, എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്. പുള്ളി ഫേമസ് ആയിട്ടുള്ളൊരു സയൻറ്റിസ്റ്റാണ്, റെജി ഫിലിപ്സ് സാറ്.
അപ്പോൾ പുള്ളി ഈ ബോർഡ് വാങ്ങിയതിന് ശേഷം പുള്ളി ഇത് മൊത്തം ചെക്ക് ചെയ്ത് നോക്കി. റോഡ് എലിയട്ടിൻ്റെ സർക്യൂട്ട് ആയതുകൊണ്ട് മാത്രമാണ് പുള്ളി ഈ ഒരു ബോർഡ് വാങ്ങിയിട്ട് പുള്ളി അത് ചെക്ക് ചെയ്ത് നോക്കി. പുള്ളിയുടെ റിസൾട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ നല്ല ബോർഡ് എന്നാണ് പുള്ളി പറഞ്ഞത്. നല്ല ഓഡിയോ ക്വാളിറ്റി ഉള്ളതും കറക്റ്റായിട്ടുള്ള രീതിയിൽ അവർ ചെയ്തിട്ടുമുണ്ട് എന്നുള്ളതാണ് പുള്ളിയുടെ അഭിപ്രായം. അപ്പോൾ റജിത് ചേട്ടന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ബോർഡ് ഇന്ന് ഇവിടെ വാങ്ങിയതും. ഇത് പുള്ളി വാങ്ങി അയച്ചു തന്നതാണ് വാങ്ങിയതും. ഇത് വച്ചിട്ട് നമ്മളൊരു സ്റ്റീരിയോ ആമ്പ് റജിത് ചേട്ടന് വേണ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു നല്ല അടിപൊളി ആമ്പ് നമ്മൾ ഉടനെ തന്നെ പണിയുന്നതാണ് ഈ ഒരു ആംപ്ലിഫയർ വെച്ച്. അപ്പോൾ അതിൻ്റെ അപ്ഡേഷൻ, അതിൻ്റെ ക്യാബിനറ്റ് പണിയാനായിട്ട് കൊടുത്തിട്ടുണ്ട്. ഉടനെ തന്നെ നമ്മുടെ ക്യാബിനറ്റ് ഏകദേശം ഒരു ബുധനാഴ്ച നമുക്ക് കിട്ടും. അത് കിട്ടിയ ഉടനെ തന്നെ നമ്മൾ ഇതിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഓരോ അപ്ഡേറ്റ്, നമ്മൾ ഇതിൻ്റെ ആമ്പ് പണിയുന്നതിൻ്റെയൊക്കെ ഉൾപ്പെടെയുള്ള വീഡിയോസും ഞാൻ നിങ്ങളെ കാണിക്കുന്നതാണ്. ഇതിൽ എന്തൊക്കെ സാധനം യൂസ് ചെയ്യുന്നുണ്ട്, എങ്ങനെയാണത് പണിയുന്നത്, ക്യാബിനറ്റ് എങ്ങനെയാണ് ചെയ്യുന്നത്, എവിടെയാണ് ചെയ്തത്, ഇതിനെക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ വളരെ നല്ലൊരു ബോർഡാണ്. നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഷോഗണിൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ കമൻറ്റ് സെക്ഷനിനകത്ത് കൊടുത്തിട്ടുണ്ടായിരിക്കും. നിങ്ങൾക്ക് അവിടെ പോയിട്ട് ആ നമ്പർ എടുത്ത് അവരെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങാവുന്നതാണ്. റോഡ് എലിയട്ടിൻ്റെ സർക്യൂട്ട് അതേപടി ചെയ്തിട്ടുണ്ട്. ഒരു മാറ്റവും വരാതെ തന്നെ അതേപടി ചെയ്തിട്ടുള്ള ഒരു സർക്യൂട്ടാണ് ഈ ഒരു ബോർഡിൽ വന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതാണ് ഇതിലെ ഏറ്റവും വലിയ പ്രത്യേകത, റോഡ് എലിയട്ടിൻ്റെ സർക്യൂട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ റോഡ് എലിയട്ടിൻ്റെ ഫോറംസ്, അതായത് പുള്ളി അതിനെക്കുറിച്ച് എഴുതുന്ന ഒരു ഫോറം ഉണ്ട്, അതിനകത്ത് പോയി നോക്കിയാൽ റോഡ് എലിയട്ട് P3A എന്ന് അടിച്ചാൽ മതി. നിങ്ങൾക്ക് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്കതിനകത്ത് കാണാൻ പറ്റും. പിന്നെ ഇതിനകത്ത് കമ്പോണൻസ് എന്ന് പറയുമ്പോൾ കെൽട്രോണിൻ്റെ കപ്പാസിറ്ററും അത്യാവശ്യം ക്വാളിറ്റിയുള്ള റെസിസ്റ്റേഴ്സും ട്രാൻസിസ്റ്റേഴ്സൊക്കെ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നല്ല പ്രോഡക്റ്റാണ്, കുറ്റമൊന്നും പറയാനില്ല. പിന്നെ ചെറിയ ചെറിയ പോരായ്മകൾ എന്നുള്ള രീതിയിൽ മാത്രമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ നല്ല ബോർഡാണ്. നിങ്ങൾക്ക് ഈ ഒരു ബോർഡ് ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഷോഗണിൻ്റെ കയ്യിൽ നിന്ന് പ്രോഡക്റ്റ് വാങ്ങാവുന്നതാണ്. അപ്പോൾ നല്ലൊരു പ്രോഡക്റ്റാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു, ബൈ ബൈ.